പാസ്റ്റർ എം ജെ എബ്രഹാം. കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. കർത്താവിൻ്റെ സുരക്ഷദാസൻ പാസ്റ്റർ എം ജെ എബ്രഹാം, പരിചിതരായിട്ടുള്ള അനേക ദൈവദാസന്മാർ, ദൈവമക്കളൊക്കെയും പലരെയും ഞാനിതിൽ കാണുന്നു. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയേറെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്ന സമയം മുതൽ എനിക്ക് പരിചിതരായ പ്രിയ ചാത്തന്നൂര് പാപ്പച്ചായനും ജോയമ്മാമ്മി, പാസ്റ്റർ ടി വർഗീസ്, എനിക്ക് അവരെ ഒരിക്കലും മറക്കുവാൻ കഴിയില്ല. കാരണം എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠൻ്റെയും ജ്യേഷ്ഠത്തിയുടെയും സ്ഥാനമാണ് രണ്ടു പേർക്കും എൻ്റെ ഹൃദയത്തിലുള്ളത്. ഞാൻ കളമശ്ശേരിയിൽ നിന്ന് മോട്ടോർ ബൈക്കിൽ കൊല്ലം ഏറിയയിൽ എവിടെ പ്രസംഗിക്കാൻ പോയാലും ഞാൻ രാത്രി വിശ്രമിച്ചിരുന്നത് പ്രിയ പാപ്പച്ചായൻ്റെയും ജോയമ്മാമ്മയുടെയും വീട്ടിലാണ്. അവരുടെ ഒത്തിരി ചോറ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട രണ്ടുപേരെയും ഈ സൂമിലൂടെ കാണുവാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം ആഹ്ലാദമുണ്ട്. എന്നൊന്നും വിളിക്കാറില്ലെങ്കിലും ആ രണ്ടുപേരും അവരുടെ കുഞ്ഞുങ്ങളും എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ മരണം വരെയും ഉണ്ടായിരിക്കും. അവരെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നേരത്തെ ഒരിക്കലൊരു ചിങ്ങവനത്തിൽ നിന്ന് ഒരു ഡോക്ടർ ജോൺ വെസ്ലി എന്നെ വിളിച്ചിരുന്നു. ദൈവദാസൻ തന്നെയാണോ അത്? ഒരു ജോൺ വെസ്ലി എന്നൊരു ദൈവദാസനെ ഞാൻ ഇതിൽ കാണുന്നുണ്ട്. ജോൺ വെസ്ലി അലബാമയാണ്, ഇവിടുന്നാണ്. നമ്മുടെ എന്തോ എന്നാലും നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഇതേ പേരുള്ള ഒരു ദൈവദാസൻ എന്നെ പണ്ട് വിളിച്ചിരുന്നു. ഞാൻ പേര് കണ്ടപ്പോൾ അദ്ദേഹമാണെന്ന് ഓർത്ത് ഞാൻ ചോദിച്ചതാണ്. മറ്റ് ചില ദൈവദാസന്മാരെയൊക്കെ ഇതിൽ കാണുന്നുണ്ട്. പാസ്റ്റർ എബ്രഹാം തോമസ്, തമ്പി പാസ്റ്ററാണോ? അതെ അതെ, തമ്പി പാസ്റ്ററെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ 97 കുവൈറ്റിൽ ചെന്ന സമയത്ത് പ്രിയ തമ്പി പാസ്റ്ററുടെ കൂട്ടത്തിലാണ് ഞങ്ങൾ താമസിച്ചത്. ആ ഒരു മാസത്തെ അനുഭവം, അന്നത്തെ ഞങ്ങളുടെ സംഭാഷണങ്ങൾ, അതൊക്കെ ഇന്നും പച്ച പിടിച്ചെൻ്റെ ഹൃദയത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ കോഴഞ്ചേരിയിലെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. കർത്താവിൻ്റെ വലിയ ദാസനെയും കാണുവാനായിട്ട് ഇടയായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. എൻ്റെ മകളോടും കുടുംബത്തോടും ചില മാസങ്ങൾ ഇവിടെ മിഷിഗണിൽ ആയിരിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. അതിനേക്കാളൊക്കെ എനിക്ക് വലിയൊരു സന്തോഷം എൻ്റെ മകൾ പാടുന്ന ആ മീറ്റിങ്ങിൽ തന്നെ എനിക്ക് കർത്താവിനെ ഉയർത്തുവാനായിട്ട് ഇടയായി എന്നുള്ളതാണ്. കാരണം ഞങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇപ്പോൾ ഇവിടെ പാട്ട് പാടിയ മിനു പ്രിൻസ് ജോണിന് 2 വയസ്സാണ് പ്രായം. ആ 2 വയസ്സുള്ള മോളെ തോളിലിട്ട് 6 വയസ്സുള്ള മോൻ്റെ കൈക്ക് പിടിച്ച് വെറും 150 രൂപയുമായിട്ടാണ് ഞങ്ങൾ വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത്. എൻ്റെ പിതൃസ്വത്ത് മുഴുവനും എൻ്റെ അനുജന് ഇഷ്ടദാനമായി പുതുപ്പള്ളി വില്ലേജ് ഓഫീസിൽ ചെന്ന് രേഖാമൂലം എഴുതി കൊടുത്ത് 0യിൽ നിന്ന് ജീവിതം തുടങ്ങണമെന്നുള്ള ചിന്തയോടുകൂടിയാണ് 1991 നവംബർ മാസം 1-ാം തീയതി വെളുപ്പിന് 3 മണിക്ക് ഞാനും സാലിയും ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളും എറണാകുളം നഗരത്തിൽ വരുന്നത്. ഇന്നാണെങ്കിൽ ഞാൻ വസ്തു എഴുതി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അന്നത്തെ ഒരു ആവേശത്തിന് ചെയ്തു പോയതാ. പിന്നീട് കടന്നുപോയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കുവാൻ പോലും ഇല്ലാതെ ബുദ്ധിമുട്ടിയ മാർഗങ്ങൾ, അനുഭവിച്ചതായ നിന്ദകൾ, അതൊക്കെ ഓർത്താണെങ്കിൽ ഇന്നാണെങ്കിൽ ഒരിക്കലും പിതൃസ്വത്ത് ചെയ്യാൻ ആർക്കും എഴുതി കൊടുക്കുകയില്ല. പക്ഷെ എന്തോ അന്നൊരു അബ്രഹാമിനെ പോലെ ഇറങ്ങണമെന്നുള്ളൊരു ചിന്ത ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നതായിരിക്കാം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. അങ്ങനെ 150 ഇന്ത്യൻ രൂപ തുടങ്ങിയ ആ ഒരു ജീവിതമാണ് ഇന്ന് മിഷിഗണിൽ എൻ്റെ മകളുടെ ഭവനത്തിൽ ഇരുന്ന് പരിചിതരായ ദൈവദാസന്മാരോടും ദൈവമക്കളോടും ചേർന്ന് ഇവിടം വരെ ഞങ്ങളെ എത്തിച്ചത്. ഒരു 10 മിനിറ്റ് മുമ്പ് കാനഡയിൽ നിന്നും എൻ്റെ അടുത്ത സ്നേഹിതനായ ഒരു ഓർത്തഡോക്സിലെ അച്ഛൻ എന്നെ വിളിച്ചു. ഈ മീറ്റിംഗ് തുടങ്ങുമ്പോൾ ഞങ്ങൾ അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നെ വളരെ സ്നേഹമുള്ളൊരച്ഛൻ, എൻ്റെ സീനിയറായിട്ട് പഠിച്ച അച്ഛനാണ്.
ആ അച്ഛൻ എന്നോട് പറഞ്ഞൊരു വാചകം, അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുക. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ പെന്തക്കോസിൽ പോയതാണ് അച്ഛൻ്റെ മഹാഭാഗ്യം. എനിക്കൊരു നോബൽ സമ്മാനം കിട്ടിയതിനേക്കാൾ ആ വാക്ക് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങളും ദൂരെ ഇരുന്ന് കർത്താവ് അച്ഛനെ നടത്തുന്ന വിധങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മീറ്റിംഗ് തുടങ്ങുമ്പോൾ ഞാൻ അദ്ദേഹവുമായി ഫോണിൽ സംസാരിക്കുക. ആ വാക്കുകൾ എന്നെ സന്തോഷിപ്പിച്ച സന്തോഷം. മറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാനൊരു സാധാരണക്കാരനാണ്, വലിയ ഭൗതികമായി ഒന്നും ഉള്ളവനല്ല. കേരളത്തിലൊരു ചെറിയ ഭവനമല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. അതൊന്നുമല്ല വിഷയം. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ 2 കുഞ്ഞുങ്ങളും 2 മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ അവർ പാട്ടുപാടി, അവർ ദൈവത്തെ ആരാധിച്ച് ഈ കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് പോകുന്നു. ഞാൻ പ്രിയ പാപ്പച്ചാനെയും ജോയ്മാമയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്. ഞാനന്ന് അവരുടെ ഭവനത്തിൽ കടന്നു വരുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളൊക്കെ കൊച്ചുമക്കളാണ്. പക്ഷേ ആ മാതാപിതാക്കൾ അവർക്ക് കൊടുത്ത ട്രെയിനിങ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ആ 2 കുഞ്ഞുങ്ങളുടെയും സഭകളിലൊക്കെ പോയി പ്രസംഗിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം നമ്മൾ ഈ കർത്താവിനെ കണ്ടുമുട്ടിയത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറയെ കർത്താവ് അനുഗ്രഹിക്കുന്നത്. എന്നോട് അനേക ദൈവദാസന്മാർ എന്നെ കാണുമ്പോൾ പറയാറുണ്ട്, അച്ഛാ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം അച്ഛൻ്റെ തലമുറയെ കർത്താവ് ആത്മീയമായി അനുഗ്രഹിച്ചു. ഭൗതികമായ അതൊന്നും അല്ല നമ്മുടെ വിഷയം. ഞാനാണെങ്കിൽ ഒരു 75% വെജിറ്റേറിയനാണ്. മിക്കവാറും കഞ്ഞിയും പയറും ഒക്കെ എനിക്കിഷ്ടം. ഒരു 10,000 രൂപയുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു മാസം ചിലവ് നാട്ടിൽ നടക്കും. അധികം ആഗ്രഹങ്ങളോ ഒന്നും എനിക്കില്ല. ഇന്ന് വരെ എന്നെ ഒരു ധനികനാക്കണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല. ഭൗതികമായി എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് സ്വപ്നത്തെ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. കയറി കിടക്കാൻ ഒരു ഭവനം വേണം. കുഞ്ഞുങ്ങളൊക്കെ കർത്താവെ നിന്റെ മാർഗത്തിൽ കടന്നു വരണം. ഈ ഒരു 2 ചിന്തകൾ മാത്രമായി കർത്താവിൻ്റെ പിന്നാലെ ഞാൻ അർഗം തിരിച്ചതാണ്. പ്രിയ പാപ്പച്ചാനൊക്കെ അറിയാം, ഞാൻ കളമശ്ശേരിയിൽ നിന്നാണ് ബൈക്ക് ഓടിച്ച് ചാത്തന്നൂര് വരെ പോയിട്ടുള്ളൂ. ചാത്തന്നൂര് വരെ ഒന്നുമല്ല, കളമശ്ശേരിയിൽ നിന്ന് ബൈക്ക് ഓടിച്ച് ഞാൻ നെയ്യാറ്റിൻകര വരെ പോയി പെരുമഴ നനഞ്ഞ് ഞാൻ മടങ്ങി വന്നിട്ടുണ്ട്. അന്ന് വളരെ പ്രായക്കുറവാണ്, 30-32 കൊല്ലം മുമ്പാണ്. അന്ന് 32 വയസ്സേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇന്നെനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, കേരളത്തിൽ എൻ്റെ അത്രയും മോട്ടോർ സൈക്കിളിൽ സഞ്ചരിച്ച് കൺവെൻഷൻ പ്രസംഗിച്ചിട്ടുള്ള ഒരൊറ്റ ഉപദേശിമാരില്ല. ഞാനിത് പല വേദികളിലും വെല്ലുവിളിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കൽ അമേരിക്ക ഞാൻ പ്രസംഗിച്ചപ്പം തോമസ് കോച്ച് വേദം പാസ് എന്നോട് പറഞ്ഞു, വെച്ചാൽ ഞാനും ബുള്ളറ്റേ കുറെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരിയാ, അദ്ദേഹം ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതലും ബൈക്കിൽ പോയിട്ടുണ്ട്. എന്നാൽ അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഭാഗ്യം, ഇന്ന് കേരളത്തിൻ്റെ 14 ജില്ലകളിൽ കൂടെ കടന്നു പോകുമ്പോഴും ചില ചന്തസ്ഥലങ്ങൾ കാണുമ്പോൾ, ഹൈസ്കൂൾ ഗ്രൗണ്ടുകൾ കാണുമ്പോൾ, കപ്പക്കാലകൾ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം എൻ്റെ ശബ്ദം അവിടെയുണ്ട്. അത് കേട്ട് എത്ര പേര് രക്ഷിക്കപ്പെട്ടെന്ന് കണക്കൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചില ആൾക്കാർ എന്നോട് വന്ന് പറയാറുണ്ട്, അച്ഛാ അച്ഛൻ്റെ പ്രസംഗം കേട്ടാ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് കേൾക്കുമ്പോൾ ഭയങ്കര ആവേശ. ഒരിക്കൽ ഞാൻ അടൂര് കൺവെൻഷൻ പ്രസംഗം എല്ലാം കഴിഞ്ഞ്, അന്ന് വാഹനമൊന്നുമില്ല, ബസ്സിനാണ് പോകുന്നത്. പ്രസംഗം എല്ലാം കഴിഞ്ഞ് ഞാൻ രാത്രി 11:30 മണിക്ക് അടൂർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ മുന്നിൽ ആ റോഡിൽ, രാത്രി കഴിഞ്ഞാൽ വണ്ടി അകത്തോട്ട് കയറ്റുകയില്ല, അതുകൊണ്ട് റോഡിൽ ഞാൻ എറണാകുളം വണ്ടി നോക്കി നിൽക്കുക. ഒരു രാത്രി കൃത്യം 12 മണിയായപ്പോൾ ഒരു എറണാകുളം സൂപ്പർ ഫാസ്റ്റ് വന്നു. ഞാൻ ഓടിച്ചെന്ന് ഈ സൂപ്പർ ഫാസ്റ്റിലോട് ചാടിക്കേറി ഉടൻ തന്നെ ആരോ പുറകിലൂടെ ഓടി വന്ന് എൻ്റെ ജുബായെ പിടിച്ച് ഒരൊറ്റ വലി. ഞാൻ നടുവഴിച്ച് നടു റോഡിൽ വീണു. അപ്പം ഞാൻ ഈ വീണ കാഴ്ച കണ്ടുകൊണ്ട് ഈ കണ്ടക്ടർ ഡബിൾ ബെല്ലടിച്ച് അയാൾ വണ്ടി വിട്ടു. ഞാനിങ്ങനെ ഞാൻ ആ പുറമെല്ലാം തിരുമ്മി വളരെ വേദന സഹിച്ച് എഴുന്നേൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ക്ലീൻ ഷേവുകാരനൊരു മധ്യവയസ്കനും ആഭരണമൊന്നും ധരിക്കാത്ത ഒരു സഹോദരി, അവരുടെ 2-3 പിള്ളേരും വളരെ ദുഃഖത്തോടുകൂടെ എൻ്റെ മുന്നേ കൈകൂപ്പി നിൽക്കുക.
ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എനിക്ക് നിങ്ങളെ ഒരു പരിചയമില്ലല്ലോ, നിങ്ങൾ എന്തിനാ എന്നെ വലിച്ചു താഴെ ഇട്ടത്? എനിക്ക് വീണതിനേക്കാൾ പ്രയാസം എൻ്റെ ആ വണ്ടി പോയതില്ല. കാരണം പിറ്റേ ദിവസം എനിക്ക് തൃശ്ശൂരെ പ്രസംഗിക്കേണ്ടതാ. ഈ രാത്രി 12-ന്റെ വണ്ടി എനിക്ക് കിട്ടിയാൽ ഒരു 3 മണിക്ക് 4 മണിയാകുമ്പോഴോ എനിക്ക് വീട്ടിൽ ചെല്ലാം. അല്പനേരം ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം തൃശ്ശൂർ പോയി പ്രസംഗിക്കുക. ഈ വണ്ടി പോയത് കൊണ്ട് ഇനി അടുത്ത വണ്ടി 5 മണിക്കാണ്. അപ്പൊ എനിക്ക് വീണതോ പുറകിടിച്ചതോ ഒന്നുമല്ല വിഷമം, ഇവരെന്റെ വണ്ടി നഷ്ടപ്പെടുത്തിയല്ലോ എന്നുള്ള ആ ചിന്തയോടെ ഞാൻ സംസാരിച്ചപ്പം ആ സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛാ ക്ഷമിക്കണം, മനഃപൂർവ്വം അച്ഛനെ വലിച്ചു താഴെയിട്ടതല്ല, ഇതെന്റെ കെട്ടിയവനാണ്, ഞങ്ങള് ബന്ധക്കോസുകാരാണ്, കുറെ നാളായി അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങളിങ്ങനെ നടക്കുക. ഞാൻ ചോദിച്ചു, അതിന് നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലല്ലോ, പിന്നെ തന്നെ എന്നെ കാണുന്നേ? അവര് പറഞ്ഞ, അച്ഛാ അച്ഛൻ അറിയാത്ത ഒരു ആത്മീയ ബന്ധം നമ്മൾ തമ്മിലുണ്ട്. അച്ഛൻ വിശ്വാസത്തിൽ വന്നതിന്റെ പിറ്റേ വർഷം മണർകാട് പള്ളിയുടെ പുറകിൽ ഒരു തെങ്ങിൻ തോപ്പിൽ പ്രസംഗിക്കാൻ വന്നത് ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്. കാരണം അത് ഞാൻ മറക്കുകയല്ല. കാരണം അന്നൊരു ബാറ്ററി കൊണ്ടുള്ളൊരു അധിക ശബ്ദമില്ലാത്ത മൈക്കായിരുന്നു, അതുകൊണ്ട് ഞാനത് ഓർത്തിരുന്നു. അന്ന് അച്ഛന് അവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഈ ഭർത്താവ് ഉണ്ടല്ലോ, അച്ഛനെ വലിച്ചു താഴെയിട്ട് പുള്ളിക്കാരൻ കടം കയറി മദ്യപിച്ച കൂത്താടി ജീവിതം നിരാശയായി, ആത്മഹത്യാ പ്രവണതയുണ്ടായിരുന്നു. വിഷക്കുപ്പിയും കയ്യിൽ ഏന്തിക്കൊണ്ട് അച്ഛൻ പ്രസംഗിച്ചതായ സ്റ്റേജിന് പിറകിൽ ഒരു മാവിൽ സൂയിസൈഡ് ചെയ്യാനായിട്ട് കയറിയിരുന്നത്. അപ്പൊ ഈ പ്രസംഗം കൂടെ കേട്ടിട്ട് ചത്തുകളയാന്ന് ഓർത്താ അവള് കയറിയത്. ഞാനെന്ന് പ്രസംഗിച്ചത് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം സക്കായിയെ കുറിച്ചാണ്. ഈ പ്രസംഗം കേട്ട ആ മനുഷ്യൻ ആ മാവേലിരുന്ന് മാനസാന്തരപ്പെട്ടു. വിഷക്കുപ്പി ദൂരെ കളഞ്ഞു. മാനസാന്തരപ്പെട്ടവനായി പുള്ളി മാവേന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ പ്രസംഗം കഴിഞ്ഞ് എറണാകുളത്തേക്ക് പോയി. അന്ന് മുതൽ അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങള് ഇങ്ങനെ ഓടി നടക്കുക. ഇപ്പൊ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ആ ജുബ്ബായിട്ട് നിൽക്കുന്ന പുള്ളി പുതുപ്പള്ളി അച്ഛനാണെന്ന് തോന്നുന്നു. അത് കേട്ടപ്പോൾ അച്ഛനെ കാണാൻ വേണ്ടി ഞങ്ങൾ ഓടി വന്നപ്പോഴേക്കും അച്ഛൻ ചാടി ഫുട്ബോളെ കയറി. അങ്ങനെ ഞാൻ ആ സന്തോഷം സഹിക്കാൻ വയ്യാതെ ജുബ്ബായെ പിടിച്ചു വലിച്ചതുകൊണ്ടാണ് അച്ഛൻ വീണത് എന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം ഭയങ്കരമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഇതുപോലെ അനേക വ്യക്തികൾ, ഞാൻ വലിയ പ്രസംഗകനായതുകൊണ്ടൊന്നുമല്ല, ഞാൻ അറിയാത്ത എത്രയോ പേര് തുരുമ്പ് പിടിച്ച കോളാമ്പിയായി എന്നിലൂടെ ഈ ലോകരക്ഷകനായ ഏകരക്ഷകനായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകിയ ഈ യേശു കർത്താവിലേക്ക് വരികയാണെങ്കിൽ നിത്യതയിൽ നമ്മൾക്ക് ലഭിക്കുവാൻ പോകുന്ന പ്രതിഫലം അത് എത്രമാത്രം വലുതാണെന്ന് ഓർക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കുണ്ടാകുന്ന ആ സന്തോഷം എത്രമാത്രം വലിയതാണ്. ഞാൻ ഇറങ്ങി തിരിച്ചപ്പോഴ ഇവിടം വരെ എത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഓർത്തിട്ടില്ല. നമുക്കറിയാം, ഒരു 150 രൂപ മൂലധനവുമായി ഒരാള് ഒരു പീടിക ഇട്ടാൽ, ഒരു മുറുക്കാൻ കച്ചവടം തുടങ്ങിയാൽ പോലും നമുക്കറിയാം, ഒരു 6 മാസത്തിനകം പുള്ളി നശിച്ച് ഒന്നുമില്ലാത്തവനായി പോവും. പക്ഷേ ഈ വിളിച്ച കർത്താവ് വിശ്വസ്തനായിരുന്നത് കൊണ്ട് കഴിഞ്ഞ 32 വർഷക്കാലം, ഞാനത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമാണ്. പിന്തിരിഞ്ഞു പോകാനായിട്ടുള്ള 100 സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പെന്തക്കോസ്തിൽ വന്നത് മഹാ അബദ്ധമായി എന്ന് ചിന്തിച്ച അനേക സന്ദർഭങ്ങളുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, നിങ്ങൾ ദൈവമക്കളാണല്ലോ. വാസ്തവത്തിൽ എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലേണ്ടത് ഓർത്തഡോക്സുകാരാണ്. കാരണം അവരെന്നെ പഠിപ്പിച്ചു, ഞാൻ അവിടെ വളർന്നു, ആത്മീയമായ കാര്യങ്ങളെല്ലാം നൽകി തന്നു, ഞാനൊരു വൈദികനായി ഇതെല്ലാം ചെയ്തവരാ. പക്ഷേ ഒരു ചെറിയ വാചകം പോലും എന്നെ വേദനിപ്പിക്കുന്നത് അവിടെയുള്ള ആരും ഇന്നുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ അറിഞ്ഞത്, എന്നെ മുടക്കണമെന്ന് പറഞ്ഞ പല ആൾക്കാരും കാതോലിക്ക ബാവ തിരുമേനിയെ സമീപിച്ച സമയത്ത് ഓർത്തഡോക്സ് സഭയിലെ കാതോലിക്ക ബാവയായിരുന്ന ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ, അദ്ദേഹം കൊല്ലം ഭദ്രാസനത്തിലെ മാത്യൂസ് മാർ കൂറിലോസ് എന്ന അതിസുന്ദരനായ ബിഷപ്പായിരുന്നു. എൻ്റെ വല്യമ്മച്ചിയുടെ ഫസ്റ്റ് കസിനാണ് അദ്ദേഹം.
ഞാനൊരു വൈദികനായി തീരുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഓർത്തഡോക്സ് സഭയിലെ ആ കാതോലിക്ക ബാബ തിരുമേനിയാണ്. അദ്ദേഹം ഞങ്ങളുടെ പുതുപ്പള്ളി ഓർത്തഡോക്സ് പള്ളിയിൽ കൺവെൻഷൻ പ്രസംഗിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയായ എൻ്റെ വല്യമ്മച്ചിയെ കാണാൻ എല്ലാ വർഷവും എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. ഏഞ്ചൽ ബാബ എന്നാണ് അദ്ദേഹത്തെ ഓർത്തഡോക്സുകാർ വിളിക്കുന്നത്. അത്ര സുന്ദരനാണ്. അന്ന് 5 or 6 വയസ്സുള്ള എന്നെ ചേർത്ത് പിടിച്ച് അദ്ദേഹം പറയുമായിരുന്നു, നീ ഒരു വൈദികനാകണം. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ പെന്തക്കോസ്റ്റിൽ പോയി എന്ന് അറിഞ്ഞ് എന്നെ മുടക്കണമെന്ന് പറഞ്ഞിരുന്ന സമയത്ത് അദ്ദേഹം അത് ചെയ്തില്ല. ഈ നിമിഷം വരെ എന്നെ മുടക്കിയിട്ടില്ല. മുടക്കിയാലും എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം ഞാൻ സ്വയമായി ദൈവത്താൽ ഞാൻ തെരഞ്ഞെടുത്തൊരു മാർഗമായതുകൊണ്ട് എനിക്കതിൽ പ്രയാസമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, തിരിച്ചു പോകുവാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഈ പെന്തക്കോസ്ത് സഭയിലുള്ളതായ ആൾക്കാർ തന്നെയാണ്. അവരോടും എനിക്ക് യാതൊരു പരിഭവവുമില്ല. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, പല വൈദികരും ഇതെല്ലാം ഉപേക്ഷിച്ച് ഇതിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് കൈത്താങ്ങൽ കൊടുക്കുവാനായിട്ടുള്ള ചുമതല നമുക്കുണ്ട്. അത് വിസ്മരിച്ച് നമ്മൾ അവരെ ഉപദ്രവിക്കാതിരിക്കുവാൻ പരമാവധി ശ്രമിക്കണം. എന്നോട് പലരും ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും പ്രയാസമായ ആ ഒരു ദുഃഖകരമായ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇത് ദൈവമക്കളായതുകൊണ്ട്, നമ്മളൊക്കെ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഇത് കേൾക്കുന്നത് കൊണ്ട് ഒരു അനുഭവം മാത്രം ഞാൻ പറയാം. അത് ഞാൻ മലന്ന് കടന്ന് തുപ്പുകയല്ല, ദൈവജനം ശക്തി പ്രാപിക്കാൻ വേണ്ടി, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പറയുന്നതാണ്. ഞാൻ പെന്തക്കോസ്തിൽ വന്ന് മടങ്ങിപ്പോവാൻ ആഗ്രഹിച്ചത് വന്നു കഴിഞ്ഞ് 2 മാസത്തിനിടയിലാണ്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, വേണ്ടി നമ്മൾ ചെയ്തത് ആന മണ്ടത്തരമാണ്, നമ്മൾ ചാടി കയറിയെടുത്ത തീരുമാനം മണ്ടത്തരമായി പോയി എന്ന് വളരെ വേദനയോടുകൂടെ എൻ്റെ ഭാര്യയോട് പറഞ്ഞത് ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന് 2 മാസം കഴിഞ്ഞതായ സമയത്താണ്. അതിൻ്റെ ഒരു കാരണം കൂടെ പറഞ്ഞ് വിശ്വാസത്തിൽ നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. പക്ഷെ അന്നും എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയ എൻ്റെ ഭാര്യ. അവൾ എന്നോട് പറഞ്ഞു, വച്ചാ നമ്മളെ വിളിച്ചത് യേശുവാണ്, നമ്മളെ വിളിച്ചത് മനുഷ്യരാരുമല്ല, നമ്മൾ ആരെയും കണ്ടുകൊണ്ടല്ല വന്നത്, വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്, യേശുവിൻ്റെ മുഖത്തേക്ക് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കി നമ്മൾ മുന്നോട്ട് പോയാൽ മതി, മനുഷ്യരെ ആരെയും നോക്കണ്ട എന്ന് പറഞ്ഞ് ആ പ്രതിസന്ധികളിലൊക്കെ എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തിയ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സാലിയോട് എനിക്ക് വളരെയധികം കടപ്പാടുകളുണ്ട്. ഞാൻ പലപ്പോഴും ഈ 30 വർഷം ഞങ്ങൾ വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിച്ചു. കടന്നുപോയ പാതകൾ, അനുഭവിച്ച നിന്ദകൾ, അനുഭവിച്ച പ്രയാസങ്ങൾ, അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, ദൈവമേ ഇതിനിടയിൽ തകർന്ന് തരിപ്പണമാകുമോ എന്നൊക്കെ ഭയന്നിരുന്നതായ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. എന്നാൽ വിളിച്ച കർത്താവ് വിശ്വസ്തനായിരുന്നത് കൊണ്ട് 32 വർഷക്കാലം പെന്തക്കോസ്ത് സഭയിലെ ഒരു സാധാരണ സുവിശേഷകനായി നിൽക്കുവാൻ എന്നോട് കരുണ കാണിച്ച കർത്താവിനെ ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുകയാണ്. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഈ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മണ്ടത്തരമായി പോയി, ഇത് ദൈവത്തിൻ്റെ മാർഗമായിരുന്നില്ല എന്നുള്ള ചിന്തയുമായി ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, എനിക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങളൊന്നും നിങ്ങൾക്കുണ്ടായിട്ടില്ല. ആ അനുഭവങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. കാരണം ഇത് ലൈവിലൂടെ പോകുന്നത് കൊണ്ട് മറ്റു പലരും കേൾക്കുന്നുണ്ട്, പറയുന്നില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, യേശുവാണ് നമ്മളെ വിളിച്ചതെങ്കിൽ നിത്യതയിൽ നമ്മളെ എത്തിക്കുന്നത് വരെ നമ്മളെയും നമ്മുടെ തലമുറയെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കൊച്ചുമക്കളെയും എല്ലാം സംരക്ഷിക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം യേശുവിനാണ്. നമ്മുടെ കർത്താവ് ഭോഷ്ക് പറയാത്തവനാണ്, അവൻ വഴിയിൽ ഉപേക്ഷിക്കാത്തവനാണ്, അവൻ നമ്മളെ ഒരു നാളും കൈവിടുകയില്ല എന്ന് ഞാൻ ആദ്യമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു സങ്കീർത്തനമാണ് 116 സങ്കീർത്തനം. അതിലെ ചില വാക്യങ്ങൾ എന്നെ ഹരം കൊള്ളിക്കാറുണ്ട്. നമ്മൾ 2025 നമ്മൾ കടന്നിരിക്കുകയാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പുതിയ വർഷത്തിൽ നമ്മൾ ഓർത്തിരിക്കുവാനായിട്ടുള്ള ഒരുപാട് ദൂതുകൾ
ദാവീദ് രാജാവ് എഴുതി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ 116 സങ്കീർത്തനത്തിലുണ്ട്. അതിലെ ഒരു വാക്യം ഞാൻ വായിക്കുന്നു. 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. എനിക്കൊരു കാര്യം അറിയാം. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ലോകത്തിലെ ഒന്നാമത്തെ മഹാത്ഭുതം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, കർത്താവ് എനിക്ക് നൽകിയ അത്ഭുതകരമായ രോഗസൗഖ്യമാണ്. അത് ഇന്ന് ലോകത്തിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ പെന്തക്കോസ്തുകാർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതലായി കടക്കുന്നില്ല. താജ്മഹാൾ 2ാമത്തെ അത്ഭുതമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അത്രമാത്രം യേശുവിൽ നിന്ന് നേരിട്ട് അനുഭവിച്ച ഒരു രോഗസൗഖ്യത്തിന്റെ ഫലം, അതൊരു മുഖാന്തരം മാത്രമാണ്. എന്നെയും കുടുംബത്തെ ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ നൽകിയ ഒരു മുഖാന്തരമാണ്. അതുകൊണ്ട് രോഗസൗഖ്യം വലിയ ആനക്കാര്യമായി ഞാൻ എടുക്കുന്നില്ല. കർത്താവിൻ്റെ ഉദ്ദേശം നമ്മളെ ഓരോരുത്തരെയും ഈ അനുഭവത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. പ്രിയ ജോയമാമയുടെ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അവരുടെ വീട്ടിൽ വിശ്രമിക്കുമ്പോൾ ചിലപ്പം നേരം വെളുക്കുന്നവരേ ഇങ്ങനെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് ജോയമാമ കടന്നുപോയതായ രോഗത്തിൻ്റെ അതൊന്നും മാനുഷികമായി നമ്മൾക്ക് വിശ്വസിക്കാവുന്നതിനേക്കാൾ അപ്പുറമാണ്. അതുപോലെ ഒരു സാക്ഷ്യമാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച്. ഇതുപോലെ ഈ ശബ്ദം കേൾക്കുന്ന എത്ര ആയിരങ്ങളെ, പതിനായിരങ്ങളെ ഈ അത്ഭുതമന്ത്രിയായ വീരനാം ദൈവമായ യേശു കർത്താവ് കഠിന രോഗങ്ങളിൽ നിന്ന് വിടുവിച്ച് നമ്മളെ കൊണ്ടുവന്ന് എത്ര സാക്ഷ്യങ്ങൾ നമ്മൾക്കറിയാം. യോങ്കിച്ചോയെ കുറിച്ച് നമുക്കറിയാം. 3 മാസത്തിനുള്ളിൽ മരിക്കുമെന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതിയതാ. അപ്പോഴാണ് 12 വയസ്സുള്ള ഒരു പെൺകുട്ടി യേശു സൗഖ്യമാക്കുന്നവനാണെന്ന് പറഞ്ഞു ചെന്നത്. ആദ്യം ആ കൊച്ചിനെ ഓടിച്ചു. അവൾ പല പ്രാവശ്യം കയറി ഇറങ്ങിയപ്പോൾ ആ സഖി കെട്ടപ്പോൾ അവൾ കൊടുത്തൊരു പുസ്തകം വായിച്ചു, യോഹന്നാന്റെ സുവിശേഷം. അത് ശരിയാണോ എന്ന് അറിയാനായിട്ട് പരീക്ഷിച്ചു നോക്കിയതാ. ആ യോഹന്നാന്റെ സുവിശേഷത്തിലെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു എന്ന് പറഞ്ഞ നസ്രയനായ യേശു കർത്താവ് യോങ്കിച്ചോയ്ക്ക് സൗഖ്യം കൊടുത്തു. പിന്നീട് 50 വർഷത്തിലേറെ അദ്ദേഹം ജീവിച്ചു. 10 ലക്ഷത്തിലേറെ അംഗങ്ങളുള്ള ഏക പ്രാദേശിക സഭ അവിടെ ഉണ്ടായി. ഞാൻ പറയാതെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഇതുപോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എത്ര അത്ഭുതങ്ങളുടെ സാക്ഷികളാണ് ഞാനും നിങ്ങളും. ദാവീദ് രാജാവിന് അത് അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ് ദാവീദ് രാജാവ്. കാരണം നമ്മുടെയൊക്കെ ജീവിതം നമ്മളൊന്ന് പിന്നോട്ട് കണ്ണോടിച്ച് നോക്കിയാൽ ഏകദേശം ദാവീദിന്റെ ജീവിതവുമായി ഒത്തിരി ബന്ധമുള്ളത്. എന്തും മാത്രമാ ബാല്യകാലം മുതൽ അലഞ്ഞിട്ടുണ്ടല്ലേ. തൻ്റെ സഹോദരങ്ങളെ രാജാവാക്കാൻ വേണ്ടി കുളിച്ചൊരുക്കി അണിയിച്ച് ശമൂലിന്റെ അഭിഷേക തൈലത്തിന് മുൻപാകെ കൊണ്ടിരുത്തുമ്പോൾ സ്വന്തം അപ്പനും അമ്മയും പോലും തന്നോട് കരുണ കാണിച്ചില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇശായി കരുണ കാണിക്കാതിരുന്നപ്പോൾ ദാവീദിന്റെ അമ്മയ്ക്ക് പറയാമായിരുന്നല്ലോ, അവന് നമ്മുടെ കുഞ്ഞല്ലേ, അവൻ രാജാവായില്ലെങ്കിലും ഇതൊക്കെ കണ്ടുകൊണ്ട് അവൻ അവിടെ ഇരുന്നോട്ട്. പക്ഷെ ആ സമയത്തും ആടുമാടുകളെ മേയ്ക്കുവാൻ ഈ ദാവീദ് എന്ന ഇടയ ചെറുക്കൻ ആ വനത്തിലൂടെ നടന്ന് അലയുകയായിരുന്നു. അതുകൊണ്ടാണല്ലോ പിന്നെ ദാവീദ് പാടിയത്, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, ഈ ദാവീദിനെ നൊന്ത് പ്രസവിച്ച ഈ അമ്മ പോലും എന്തുകൊണ്ടാ ദാവീദിന് ആ സമയത്ത് കൂട്ടു നിൽക്കാഞ്ഞ്? അതൊരു പുസ്തകത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി, ഈ അമ്മയ്ക്ക് ദാവീദും കൂടെ അവിടെ ഇരിക്കണമെന്ന് പറയാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം, യഹൂദന്മാരുടെ ആ സമൂഹത്തിൽ സ്ത്രീകൾക്ക് വലിയ സ്ഥാനമില്ല. യഹൂദ പ്രാർത്ഥനയിലെ ഒരു വാചകം ഇങ്ങനെയാണ്, ദൈവമേ, നീ എന്നെ ഒരു കഴുതയായും സ്ത്രീയായും സൃഷ്ടിക്കാത്തതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു.
ഭർത്താവിന്റെ മുൻപാകെ എതിര് പറയാൻ, ഭർത്താവിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇന്നത്തെ സമൂഹത്തിൽ അനുവാദം ഉണ്ടായിരുന്നത് പോലെ അന്ന് അനുവാദമില്ലാതിരുന്നത് കൊണ്ടാണ് ഉള്ളിൽ മനസ്സിൽ വിഷമം സഹിച്ചുകൊണ്ട് ദാവീദിന്റെ അമ്മ ദാവീദിനോട് കരുണ കാണിക്കാഞ്ഞേ. ഞാൻ ഈ ദാവീദിന്റെ അമ്മയെക്കുറിച്ച് പല പുസ്തകങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ബൈബിളിൽ നിന്ന് നമ്മൾക്ക് കൂടുതൽ അറിവ് കിട്ടുന്നില്ലെങ്കിലും ഈ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട ചില പുസ്തകങ്ങളിൽ ദാവീദിന്റെ അമ്മയെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് തോന്നി അവർ പരമഭക്തയായ ഒരു സ്ത്രീയായിരുന്നു. അതിന്റെ ഒരു തെളിവ് ഞാൻ പറയാം. 116 സങ്കീർത്തനത്തിൽ ദാവീദ് തന്നെ അത് പറയുന്നുണ്ട്. അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ ദാവീദ് എന്താ പറയുന്നത്? യഹോവേ, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. തൻ്റെ അമ്മ ദൈവത്തിന്റെ ദാസിയാണെന്നുള്ള കാര്യം ദാവീദിന് നല്ലവണ്ണം അറിയാമായിരുന്നു. എന്നാൽ പലപ്പോഴും അപ്പൻ ഇടങ്കോലിടുമ്പോൾ അമ്മ തനിക്ക് സപ്പോർട്ട് ചെയ്യാത്തതിന്റെ കാരണം എന്താ? അന്നത്തെ യഹൂദ തത്വസംഹിത സംസ്കാരം അനുവദിച്ചില്ല. ആ പേടിച്ച് ആ പാവസ്ത്രീ മിണ്ടാതിരുന്നത്. അങ്ങനെ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്. ഇത് പെന്തക്കോസ്തുകാർ ഇത് അംഗീകരിക്കുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ദാവീദ് പറയുന്ന യഹോവേ, ഞാൻ നിന്റെ ദാസനാണ്. ന്യായമായി പറയേണ്ടത് അങ്ങനെയാ, നിന്റെ ദാസനും നിന്റെ ദാസനായ ഇശായിയുടെ മകനും തന്നെ, അങ്ങനെയല്ലേ പറയേണ്ടി? പക്ഷെ തൻ്റെ അമ്മ പരമഭക്തിയായിരുന്നുള്ളത് ദാവീദിനറിയാം. പ്രിയമുള്ളവരെ, നമ്മിൽ പലരും ഈ വിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു കാരണം നമ്മുടെ അപ്പനല്ല, നമ്മുടെ അമ്മയാ. എൻ്റെ അനുഭവം അങ്ങനെയാ. എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ് ഞാൻ ഈ കർത്താവിനെ കണ്ടുമുട്ടുവാനായിട്ടിടയായിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരോടും ചോദിച്ചാൽ നിങ്ങൾ പറയും, അപ്പന് നമ്മളോട് സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും അപ്പന്മാരത് പ്രകടിപ്പിക്കുകയില്ല. പക്ഷെ നമുക്ക് വേണ്ടി കരയുന്നതും നിലവിളിക്കുന്നതും കണ്ണീരൊഴുക്കുന്നതും നമ്മളെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങള് സങ്കല്പിക്കുന്നതും ഒക്കെ നമ്മുടെ അമ്മമാര്. പ്രാർത്ഥിക്കുന്ന ഒരമ്മ, അഗസ്തീനോസിന്റെ അമ്മയെക്കുറിച്ച് പറയുന്നത് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു. അഗസ്തീനോസ്, സെയിന്റ് അഗസ്റ്റീൻ ഒരു കാലത്ത് മഹാവൃത്തികെട്ടവനായിരുന്നു, മ്ലേച്ഛനായിരുന്നു, ദുർമാർഗിയായിരുന്നു. 24 മണിക്കൂർ മദ്യശാലകളിലും വേശ്യകളോടും കൂടെ ജീവിച്ചവനാ. അങ്ങനെ അദ്ദേഹം കുടിച്ച് ഉന്മത്തനായി വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ മുറിയിൽ മുട്ടുകുത്തി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന തൻ്റെ അമ്മയാണ് അദ്ദേഹം കണ്ടത്. ആ അമ്മയുടെ കണ്ണുനീരാണ് മ്ലേച്ഛനായ അഗസ്തീനോസിനെ കത്തോലിക്ക സഭയിലെ സെയിന്റ് അഗസ്റ്റീൻ എന്ന അതിവിശുദ്ധനാക്കി മാറ്റിയത്. എന്നെ കേൾക്കുന്ന പ്രിയ മാതാക്കളെ, സഹോദരിമാരെ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവർക്ക് നിങ്ങൾ പണമുണ്ടാക്കി കൊടുക്കണ്ട, അവർക്ക് നിങ്ങൾ മറ്റൊന്നും കൊടുക്കണ്ട. അവർ യേശുവിനെ കണ്ടുമുട്ടുവാൻ, യേശുവിന്റെ പിന്നാലെ വരുവാൻ നിങ്ങൾ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. യാതൊരു സംശയവുമില്ല. ഞാൻ എൻ്റെ അമ്മയെ ഈ അവസരത്തിൽ ഓർക്കുക. എൻ്റെ അമ്മ വളരെ ഭക്തിയായ ഒരു സ്ത്രീയായിരുന്നു. അമ്മയുടെ വീട് പിറവത്താണ്. നമ്മുടെ ബാബു ചെറിയാൻ പാസ്റ്ററുടെയൊക്കെ ശുശ്രൂഷിക്കുന്ന ആ പിറവത്താണ്. അമ്മയുടെ സഹോദരൻ പിറവം വലിയ പള്ളിയിലെ ട്രസ്റ്റിയായിരുന്നു ദീർഘവർഷങ്ങൾ. പിറവത്തുള്ള ഒരു ധനിക കർഷക കുടുംബത്തിലെ അവരുടെ പുന്നാര മകളായിട്ടാണ് എൻ്റെ അമ്മയെ അവർ വളർത്തിക്കൊണ്ട് വന്നത്. 12ാമത്തെ വയസ്സിലാണ് എൻ്റെ അമ്മയുടെ കല്യാണം നടക്കുന്നത്. അന്ന് 7ാം ക്ലാസ്സിൽ പോയ സമയത്ത് ഉച്ച കഴിഞ്ഞപ്പോൾ അമ്മയുടെ ആങ്ങളെ അവിടെ ചെന്നിട്ട് പറഞ്ഞു, മറിയാമ്മേ, ഇന്ന് നിന്റെ കല്യാണമാണ് എന്ന് പറഞ്ഞ് അമ്മയെ എടുത്തുകൊണ്ട് വന്ന് പുതുപ്പള്ളിക്കാരനായ എൻ്റെ ഇച്ചാച്ചനുമായി കല്യാണം നടത്തി. അത് കഴിഞ്ഞ് അമ്മയുടെ വീട്ടിലോട്ടും പോയി ഇച്ചാച്ചൻ പുതുപ്പള്ളിക്കും പോന്നു. പിന്നീട് 10 കൊല്ലം കഴിഞ്ഞാണ് ഇവർ ഒരുമിച്ച് താമസിക്കുന്നത്. അന്നൊക്കെ ഈ ബാല്യവിവാഹം നടക്കുമായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് സ്ത്രീധനം കൊടുക്കുന്ന കൂട്ടത്തിൽ എൻ്റെ വല്യപ്പച്ചൻ അമ്മയ്ക്ക് വളരെ മനോഹരമായ തേക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടി കൊടുത്തു. ആ പെട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ മൺചിത്രത്താഴ് കൊണ്ടുള്ളൊരു പൂട്ട് അതിനുണ്ടായിരുന്നു. ആ പെട്ടി നമ്മൾ തുറക്കുമ്പോൾ
ട്രിങ് എന്നൊരു ശബ്ദം, വളരെ സംഗീതാത്മകമായ ഒരു മെലഡിയസ് വോയിസ് അടുത്തുള്ള വീട് വരെ കേൾക്കും. അപ്പൊ എനിക്ക് ഈ പെട്ടി തുറന്ന ഈ ശബ്ദം കേൾക്കാൻ വലിയ ഇഷ്ടം. പക്ഷെ ജന്മം ചെയ്താൽ അമ്മ ഈ പെട്ടി മാത്രം ഞങ്ങളെ കൊണ്ട് തുറപ്പിക്കുകയില്ല. അമ്പിളി അമ്മാമനെ പിടിച്ചു തരാൻ പറഞ്ഞാൽ അമ്മ പിടിച്ചു തരും, പക്ഷെ ഈ പെട്ടി ഞങ്ങളെ കൊണ്ട് അമ്മ തുറപ്പിക്കുകയില്ല. അപ്പൊ എനിക്ക് തോന്നി, എടാ എന്താ അമ്മ ഈ പെട്ടി തുറപ്പിക്കാത്ത? ഒരു ദിവസം അമ്മ പുതുപ്പള്ളി ചന്തയിൽ സാധനം മേടിക്കാൻ പോയപ്പോൾ ഞാൻ പാത്ത് നിന്ന് കണ്ട അമ്മ ഈ പെട്ടിയുടെ താക്കോൽ ഈ അടുക്കളയിൽ ഉറിയിൽ അരിക്കലുണ്ട്, അതിനകത്താണ് ഇടുന്നത്. എനിക്കിന്ന് 13 വയസ്സുകൊണ്ട്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പൊ അമ്മ ഈ താക്കോൽ ഈ അരിക്കലത്തിലിടുന്ന ഞാൻ പാത്ത് നിന്ന് കണ്ടു. അമ്മ പുതുപ്പള്ളി ചന്തയ്ക്ക് പോയപ്പോൾ ഞാനൊരു സ്റ്റൂളൊക്കെ ഇട്ട് അതേ കയറി നിന്നിട്ട് ഈ അരക്കലത്തിൽ കൈയിട്ട് ഞാൻ ഈ താക്കോലെടുത്തു. കാരണം എനിക്കിതിന് ശബ്ദം കേൾക്കാൻ വേണ്ടിയാ. അങ്ങനെ ഞാൻ ഈ പെട്ടി തുറന്നപ്പോൾ ട്രിങ് എന്ന് പറഞ്ഞൊരു ഇങ്ങനെ അന്തരീക്ഷത്തിൽ കൂടെ പോകുന്ന ശബ്ദം. അപ്പൊ ഞാൻ ഓർത്തടാ, ഈ പെട്ടി മാത്രം അമ്മ എന്താ ഞങ്ങളെ കൊണ്ട് തുറപ്പിക്കാത്ത? അപ്പൊ അതിലെന്തോ രഹസ്യമുണ്ടല്ലോ. ഞാൻ ആരും അറിയാതെ ഞാൻ അമ്മയുടെ പെട്ടി തുറന്നു നോക്കിയപ്പോൾ ഈ ചട്ടയും മുണ്ടുമൊക്കെ ഇങ്ങനെ അലക്കി തേച്ച് പാറ്റാഗുളിയുണ്ട്, നല്ല മണമുള്ളതാ. അന്നത്തെ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പെർഫ്യൂം അതാ പാറ്റാഗുളിയ. അപ്പൊ അതുമൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പൊ ഞാൻ അമ്മയുടെ ചട്ടയും മുണ്ടുമൊക്കെ ഓരോന്നോരോന്നെടുത്ത് ഇങ്ങനെ കട്ടിലോട്ട് വെച്ച് ആ തുണി എല്ലാം എടുത്ത് വെച്ചപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ പെട്ടിയുടെ ഏറ്റവും അടിയില് ഉണങ്ങിയ പനയോലയുടെ ഒരു കെട്ട്. നമ്മൾ ആശാമ്പള്ളക്കൂടത്തിലൊക്കെ പഠിക്കുന്ന ഈ അക്ഷരം എഴുതുന്ന എഴുത്താണി കൊണ്ട് അക്ഷരം എഴുതുന്ന പനയോലയുടെ ഒരു കെട്ട് നല്ലവണ്ണം കെട്ടി വെച്ചിരിക്കുക. അപ്പൊ ഞാൻ അതെടുത്ത് ആ കെട്ട് പൊട്ടിച്ചു. കെട്ട് പൊട്ടിച്ചപ്പോൾ അതിനകത്ത് പഴയ മലയാളം ലിപിയില് എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, അത് അമ്മയുടെ ജാതകമാണ്. അന്ന് ഓർത്തഡോക്സുകാർ ജാതകം എഴുതിക്കുമായിരുന്നു, അമ്മയുടെ ജാതകമാണ്. ഞാനത് പഴയ മലയാളമാണെങ്കിൽ എനിക്ക് മലയാളം വലിയ ഇഷ്ടമുള്ള വിഷയമായിരുന്നു. അപ്പൊ ഞാനിത് വായിച്ചപ്പോൾ ഇങ്ങനെ കണ്ടു: പിറവം വേഴവേലിൽ കുരുവളയുടെ മകൾ മറിയാമ്മ, അതായത് എൻ്റെ അമ്മ, 47 വയസ്സ് തികഞ്ഞ ആ സെക്കൻഡിൽ മരിച്ചിരിക്കും. മരിച്ചില്ലെങ്കിൽ ഈ ജാതകം എഴുതിയ പിറവം പാഴൂർ പടിപ്പരമനയിലെ സുബ്രഹ്മണ്യൻ നമ്പൂതിരി അതോടുകൂടെ ജ്യോത്സ്യം എഴുത്ത് അവസാനിപ്പിക്കും. ഞാനത് വായിച്ച് ഞെട്ടിപ്പോയി. ഇത് ഞങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി അമ്മ ഈ പെട്ടി തുറപ്പിക്കാത്ത. അമ്മയ്ക്ക് അപ്പോൾ 46 വയസ്സുണ്ട്. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പം മരിച്ചതാ. 4 വയസ്സിൽ എൻ്റെ ഒരു സഹോദരൻ മരിച്ചു. 2 വയസ്സിൽ വേറെ ഒരു ചേട്ടൻ മരിച്ചു. 1.5 വയസ്സിൽ ഞാൻ മരിച്ചെന്ന് പരിപൂർണമായി വിശ്വസിച്ചിരുന്ന ആൾക്കാർ ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ട്. അവിടുന്ന് പ്രാർത്ഥിച്ച് എന്നെ പിടിച്ചു മേടിച്ചതാണെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മരണം താണ്ഡവമാടിയ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പൊ എൻ്റെ പിതാവ് മരിച്ചു, എൻ്റെ 2 ഏട്ടന്മാര് മരിച്ചു. ഞാൻ മരിച്ച സ്ഥാനത്ത് എന്നെ പ്രാർത്ഥന കൊണ്ട് തിരിച്ചു മേടിച്ചു. അപ്പൊ എൻ്റെ അമ്മയും കൂടെ മരിച്ചാൽ ദൈവമേ ഞങ്ങൾ അനാഥരാകുമല്ലോ എന്നുള്ളൊരു ആദി കയറി 13 വയസ്സുള്ള ഞാൻ നിലത്ത് കിടന്ന് ഉരുണ്ട് അലറിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു, നിലവിളിച്ചു. നേരത്തേനും പുതുപ്പള്ളി ചന്തയെന്ന് സാധനമൊക്കെ മേടിച്ച് അമ്മ വരുമ്പോൾ ഞാൻ നിലത്ത് കിടന്ന് ഇങ്ങനെ അലറി കരയുന്ന കാഴ്ച കാണുന്നത്. അമ്മ ഓടി വന്ന് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ അമ്മയുടെ ജാതകം ഇരിക്കുന്നു. അമ്മയ്ക്ക് മനസ്സിലായി, കള്ളി വെളിച്ചത്തായി. ഞാൻ ചാടി എഴുന്നേറ്റ് അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്കിപ്പോൾ 46 വയസ്സുണ്ട്, അടുത്ത വർഷം അമ്മയ്ക്ക് 47 വയസ്സാകും, 47 വയസ്സിൽ അമ്മ മരിക്കുമോ എന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു 100% ഞാൻ മരിക്കുമെന്ന് പറഞ്ഞു. നിങ്ങളത് കണ്ട് പേടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പെട്ടി തുറപ്പിക്കാൻ. അമ്മയ്ക്ക് ഉറപ്പാണോന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, പിറവം പാഴൂർ പടിപ്പരമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി അദ്ദേഹം ഗണിച്ചിട്ടുള്ള ഒരു ഒറ്റ ഗണിതം പോലും, ഒറ്റ ജാതകം പോലും 1 സെക്കൻഡ് ഇടം വലം തെറ്റിയിട്ടില്ല. 100% അമ്മ മരിച്ചിരിക്കും. അത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ സമനില തെറ്റി. ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് യേശുവിൽ വിശ്വാസമില്ലേ? അമ്മ പലപ്പോഴും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ യേശു ജീവന്റെ ഉടയവനാണെന്ന്. അമ്മയുടെ ഈ മരണജാതകം തിരുത്തി എഴുതാൻ യേശുവിന് ശക്തിയുണ്ടോ? അമ്മ പറഞ്ഞുണ്ട്, യേശുവിന് ശക്തിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി, ഈ മക്കൾക്ക് വേണ്ടി അമ്മ യേശുവിനോട് പറഞ്ഞ് അമ്മയുടെ മരണജാതകം ജീവജാതകമാക്കി
യേശുവിനെ കൊണ്ട് തിരുത്തി എഴുതിക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്നൊരു അമ്മയുടെ മുഖത്തൊരു സന്തോഷം. അമ്മ അവിടെ ഒന്നുകൊണ്ട് വായിച്ച ഒരു സങ്കീർത്തനത്തിലെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അമ്മ ഓർത്തഡോക്സുകാരി ആയിരുന്നെങ്കിലും ഭയങ്കര ക്രിസ്തുഭക്തിയായിരുന്നു. അമ്മ അവിടെ ഒന്നുകൊണ്ട് വായിച്ച സങ്കീർത്തനം 118 സങ്കീർത്തനം 17 വാക്യമാ. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും. ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് അത് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ അമ്മയുടെ ഈ ജാതകം മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാവൂന്ന് ചോദിച്ചു. ആദ്യം അമ്മയൊന്ന് ഞെട്ടിയെങ്കിലും ഞാൻ വീണ്ടും ആവർത്തിച്ചപ്പോൾ കത്തിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അടുക്കളയിൽ ചെന്ന് മണ്ണെണ്ണ വിളക്കെടുത്തുകൊണ്ട് വന്ന് അമ്മയുടെ ജാതകത്തിൽ ഞാൻ മണ്ണെണ്ണ ഒഴിച്ചു. അമ്മയുടെ തീപ്പെട്ടി കൊടുത്തു, കത്തിക്കാൻ പറഞ്ഞു. എന്റെ കണ്ണിൻ മുമ്പിൽ വെച്ച് അമ്മ ആ ജാതകം കത്തിച്ചു. ഞങ്ങളുടെ കണ്ണിൻ മുമ്പിൽ വെച്ച് ആ ജാതകം അത് കത്തിത്തീർന്നു. എന്നിട്ടും എന്റെ പേടി മാറിയില്ല. കാരണം സുബ്രഹ്മണ്യൻ തിരുമേനി എഴുതിയിട്ടുള്ള ഒറ്റ ജാതകം തെറ്റിയിട്ടില്ല. അമ്മ അടുത്ത കൊല്ലം മരിക്കും. എനിക്ക് 2 ചേച്ചിമാരുണ്ട്, ഒരു അനിയനുണ്ട്. ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളാ. ഞങ്ങളെല്ലാം തെണ്ടിത്തിരിയും. ഓർക്കാൻ പറ്റിയില്ല. അമ്മയ്ക്ക് 47 വയസ്സ് തികയുന്ന അന്ന് ഞാൻ ഉറങ്ങിയില്ല. ഉറങ്ങുന്ന പോലെ ഞാൻ കിടന്നു. രാത്രി 12 മണിക്ക് എഴുന്നേറ്റ് അമ്മയുടെ മൂക്കിനടുത്ത് ഞാൻ വിരൽ വെച്ച് നോക്കി, ശ്വാസമുണ്ട്. വെളുപ്പിന് 3 മണിക്ക് വിരൽ വെച്ച് നോക്കി, ശ്വാസമുണ്ട്. 47-ാം ജന്മദിനത്തിൽ അമ്മ മരിച്ചില്ല. 48-ാം ജന്മദിനത്തിൽ അമ്മ മരിച്ചില്ല. 50 വയസ്സിൽ അമ്മ മരിച്ചില്ല. 55 വയസ്സിൽ അമ്മ മരിച്ചില്ല. 60 വയസ്സിൽ അമ്മ മരിച്ചില്ല. 65 വയസ്സിൽ അമ്മ മരിച്ചില്ല. 70 വയസ്സിൽ അമ്മ മരിച്ചില്ല. 75 വയസ്സിൽ അമ്മ മരിച്ചില്ല. 80 വയസ്സിൽ അമ്മ മരിച്ചില്ല. 85 വയസ്സിൽ അമ്മ മരിച്ചില്ല. 87 വയസ്സായപ്പോഴേക്കും പെന്തക്കോസ്ത് ഞങ്ങൾ എല്ലാവരും വന്നു. അന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചോ, ഒരു രാജ്ഞിയെ പോലെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചു. 47 വയസ്സ് തികയുന്ന ആ സെക്കൻഡിൽ ഞാൻ മരിക്കുമെന്ന് പടിപ്പരമനയിലെ സുബ്രഹ്മണ്യൻ തിരുമേനിയുടെ ജാതകം ജീവന്റെ ഉടയവനായ എന്റെ കർത്താവ് അത് പിടിച്ചു വലിച്ച് 87 വയസ്സ് 40 കൊല്ലം ബോണസ്. ഹിസ്കിയാവിന് കിട്ടിയത് 15 കൊല്ലം. ദൈവത്തിന് സ്തോത്രം. 40 കൊല്ലം ബോണസ് എനിക്ക് തന്നു. മക്കളെ അവരുടെ മക്കളെയും കണ്ടു. ദൈവത്തിന് സ്തോത്രം. അവരുടെയൊക്കെ കല്യാണങ്ങൾ സംബന്ധിച്ചു. ഇനി എനിക്ക് എത്രയും വേഗം എൻ്റെ യേശുപ്പച്ചൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. ഞാനിന്ന് മരിക്കാനച്ചൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. 87-ാമത്തെ വയസ്സിൽ എൻ്റെ അനുജന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു ഒരു ഗ്ലാസ് പാലും കുടിച്ച് ഇനി ഞാനൊന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ കട്ടിലിൽ കിടന്നുറങ്ങുമ്പോൾ യേശു കർത്താവ് ദൂതന്മാരുമായി വന്ന് എൻ്റെ അമ്മയുടെ ആത്മാവിനും കൂടെ സ്വർഗത്തിൽ പോയി. ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അമ്മ ഇത് കേൾക്കുന്നുണ്ട്. ദൈവദൂതന്മാർക്കുണ്ടാകുന്ന സന്തോഷം ഞാൻ ഭാവനയെ കാണുക. പ്രിയമുള്ളവരെ, ഒരു ചെറിയ പനി മാറ്റുന്ന യേശുവിനെയല്ല നമ്മൾ ആരാധിക്കുന്നത്. ഒരു ചെറിയ തലവേദന മാറ്റുന്ന യേശുവിനെയല്ല നാം ആരാധിക്കുന്നത്. ഒരു ക്യാൻസർ മാറ്റുന്ന യേശുവിനെയല്ല ഞാനും നീയും ആരാധിക്കുന്നത്. നിനക്ക് ബ്രെയിൻ ട്യൂമറാണ്, നിനക്ക് ബ്ലഡ് ക്യാൻസർ ആണ്, നിനക്ക് ഇനി ഭൂമിയിൽ ആയുസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും നിന്നെയും ഭയപ്പെടുത്തുന്ന തന്ത്രശാലിയായ സാത്താന്റെ കയ്യിൽ നിന്ന് ആ മരണപത്രം പിടിച്ച് വലിച്ചു കീറി അവന്റെ മുഖത്തേക്ക് എറിഞ്ഞ് അത് തിരുത്തി എഴുതി എനിക്കും നിനക്കും ആയുസ്സും ആരോഗ്യവും നൽകി തരുവാൻ ഇന്നും കഴിവുള്ള 2025 ജനുവരി മാസം 26-ാം തീയതിയും കഴിയുന്ന ഒരു യേശുവിനെയാ ഞാനും നിങ്ങൾ പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പെന്തക്കോസ്ത് വരുവോ? ഈ യേശുവിനെ അല്ല പ്രസംഗിക്കുന്നെങ്കിൽ ഒരു വൈദികനായി എനിക്കിവിടെ വരേണ്ട കാര്യമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഈ ഒരു ഉറപ്പ് ഈ പുതിയ വർഷത്തിൽ ഇത് ശ്രവിക്കുന്നത് നിങ്ങൾ കേൾക്കണം. ദാവീദ് പറയുന്നു, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന്, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 12-ാം വാക്യത്തിൽ ദാവീദ് വീണ്ടും പറയുന്നു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിനകത്ത് അതിന്റെ ഉത്തരവുണ്ട്. യഹോവ യേശു എനിക്ക് ചെയ്ത ഉപകാരത്തിന്
കർത്താവേ ഞാൻ നിനക്ക് എന്ത് പകരം തരുമെന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ എന്തെല്ലാം കൊടുത്താലും മതിയാകുകയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അമേരിക്ക വന്നതിന് ശേഷം ഒരു പുസ്തകം വായിച്ചു. അമേരിക്ക നടന്നൊരു സംഭവമാണ്. ഒരു കറുത്ത ബാലൻ, വളരെ ഒരു ദരിദ്ര ബാലൻ, തെരുവ് ജീവിക്കുന്ന ബാലന്. അവൻ ഒരു ദിവസം ഞായറാഴ്ച ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ഇംഗ്ലീഷുകാരുടെ ഒരു പള്ളിയിലെ പ്രാർത്ഥന നടക്കുക. അവൻ നിക്കോസ് പള്ളി ആയിരിക്കാം. അപ്പൊ അവന് ഈ യേശുവിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. അവന്റെ വൃത്തികെട്ട വസ്ത്രമൊക്കെ ധരിച്ചിരിക്കുന്നെങ്കിലും അവന് ഈ പള്ളിക്കകത്തൊന്ന് കയറി അവരുടെ പ്രാർത്ഥന കാണണമെന്ന് ആഗ്രഹം തോന്നി. അവന് അകത്ത് കയറിയ സമയത്ത് അവിടെ മുഴുവനും നല്ല പണക്കാരായിട്ടുള്ള സായിപ്പന്മാരും മദാമ്മമാരുമാണ്. അവൻ ആ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് അവൻ ഏറ്റവും പുറകിലിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വോത്രകാഴ്ചയുടെ സമയമാണ്. സ്വോത്രകാഴ്ച ഇടാൻ വേണ്ടി ആ തളികയുമായി എല്ലാവരും വരുന്നു. സായിപ്പന്മാരൊക്കെ ഡോളറുകൾ അതിലിടുകയാണ്. അവസാനം ഇവന്റെ അടുത്ത് വന്നപ്പോൾ ഇവന്റെ കയ്യിൽ ഒന്നുമില്ല ഇടാനായിട്ട്. ഇവൻ എന്ത് ചെയ്തു? ഇവൻ നേരെ മുന്നോട്ട് നടന്നു എന്ന് ആ സ്വോത്രകാഴ്ച പാത്രത്തിനകത്തോട്ട് കയറി നിന്നു. ഇത് കണ്ടപ്പോഴേക്കും പാസ്റ്റർക്ക് ദേഷ്യമായി. പാസ്റ്റർ ചോദിച്ചു, നീ ഞങ്ങളെ അവഹേളിക്കുകയാണോ? നീ എന്തായി കാണിച്ച്? ആ ഡോളർ മുഴുവനും നിന്റെ കാലയില് ചെളി പറ്റി, അത് അശുദ്ധമായില്ലേ? നീ എന്താ കാണിച്ചേ എന്ന് ചോദിച്ച സമയത്ത് ആ ദരിദ്ര ബാലൻ പറഞ്ഞു, അയ്യോ, ഞാൻ നിങ്ങളെ ആരെയും അവഹേളിച്ചതോ ആക്ഷേപിച്ചതോ ഒന്നുമല്ല. എനിക്ക് കർത്താവിന് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഒരു ചില്ലി പൈസ പോലും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? എന്നെ തന്നെ പൂർണ്ണമായിട്ട് കർത്താവിന് കൊടുത്തത് കൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിനകത്ത് കയറി നിന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആരുടെയും കഴിഞ്ഞകാല ജീവിതം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് ഒന്നറിയാം, വെറുതെ ഒന്നും നിങ്ങൾ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരികയില്ല. അതുപോലെയുള്ള ചില പ്രവൃത്തികൾ, അതുപോലെയുള്ള ഉപകാരങ്ങൾ ഈ കർത്താവ് നമുക്ക് തന്നത് കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവനെന്ത് പകരം കൊടുക്കും. പക്ഷെ നമ്മൾ എന്തേലും കൊടുത്തേ പറ്റുള്ളൂ. എന്താ നമ്മൾ കൊടുക്കേണ്ടത്? രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണുക കഴിക്കും. കർത്താവ് നമ്മളിൽ നീ 2025 ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രക്ഷയുടെ പാനപാത്രം എടുത്ത് രക്ഷയുടെ ഉറപ്പുമായി യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. യഹോവയ്ക്ക് ഞാൻ എൻ്റെ നേർച്ചകളെ, അധരഫലമെന്ന സ്തോത്രയാഗത്തെ സകല ജനവും കാണുക കഴിക്കുക. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാ പ്രിയമുള്ളവര് കർത്താവ് നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യം ഇതാ. ഞാൻ ഒത്തിരി പേര് സാക്ഷ്യം പറയുന്നത് കേട്ടിട്ടുണ്ട്. നീ എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം വായിച്ചുകൊണ്ടിരുന്നു കൊള്ളാം. ഞാനും പറഞ്ഞിട്ടുണ്ട്. എന്താ വാക്യം? നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് എന്നെ സന്തോഷിപ്പിച്ച വാക്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു വാക്യം ഇത്. ദൈവത്തിന് സ്തോത്രം. ആ ഒരു അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. 1995 കർത്താവ് എന്നോട് കാണിച്ച ഒരു കരുണ, അവൻ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചതായ ഒരു അനുഭവം നിങ്ങളോട് പറയുവാൻ ദൈവാത്മാവ് എന്നെ ഹേമിക്കുന്നുകൊണ്ട് ഞാൻ പറയുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ യേശു ആരാണെന്ന് ഒന്നറിയാൻ വേണ്ടി പറയുന്നത്. 92 നവംബറിലാണ് ഞങ്ങൾ സ്നാനപ്പെടുന്നത്. അന്ന് എൻ്റെ മോൾക്ക് 2 വയസ്സ്, മോൻ 6 വയസ്സ്. അന്ന് ഞങ്ങളുടെ ചർച്ച് ഓഫ് ഗോഡിന്റെ ഓവർസിയർ പാസ്റ്റർ PAV സാംസാറായിരുന്നു. എന്നോട് വലിയ കാര്യമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛന് ഓർത്തഡോക്സ് സഭയിലെ ഒരു വൈദികനായിരുന്നു, സെറാംപൂർ BD പഠിച്ച ആളാണ്. അതുകൊണ്ട് ഇനിയും പെന്തിക്കോസ് ഒന്നും കൂടുതൽ പഠിക്കുമൊന്നും വേണ്ട, അച്ഛനെ ഞാൻ മുളക്കുഴയിൽ ഞാൻ അധ്യാപകനായിട്ട് നിയമിച്ചിരിക്കുന്നു. അന്ന് എനിക്ക് എന്തെങ്കിലും ചെറിയ ശമ്പളം തന്ന് ഞാൻ പട്ടിണി കിടക്കണമെന്ന് ഓർത്തുകൂടി അദ്ദേഹം പറഞ്ഞൊരു കാര്യം. ആ സമയത്ത് മറ്റ് ചില ബൈബിൾ കോളേജുകളിൽ നിന്നും എന്നെ അധ്യാപകനായിട്ട് വിളിച്ചു. അവന് പുനലൂരിലുള്ള ഒരു ബൈബിൾ കോളേജിൽ ഞാൻ ആഴ്ചയിൽ 2 ദിവസം പഠിപ്പിക്കാൻ പോകുമായിരുന്നു. അന്ന് എറണാകുളത്ത് ഒരു ചെറിയ ഒറ്റമുറിയുള്ള വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 250 രൂപയെ വാടക. അതൊരു കൊച്ചു വീടാണ്. അതിനകത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അന്ന് വാഹനമൊന്നുമില്ല, ഒരു ചെറിയ സ്കൂട്ടർ മാത്രമുണ്ട്. ആ സ്കൂട്ടറിൽ ഞാൻ കളമശ്ശേരിയിൽ നിന്ന് സ്കൂട്ടർ ഓടിച്ച് എറണാകുളം നോർത്ത്
റെയിൽവേ സ്റ്റേഷനിൽ സ്കൂട്ടർ വെച്ചിട്ട് അവിടുന്ന് തീവണ്ടിയിൽ ഞാൻ ചെങ്ങന്നൂർ ഇറങ്ങും. ചെങ്ങന്നൂർ ഞാൻ പുനലൂർ ബസ് കയറി കോളേജിൽ ചെന്ന് അവിടെ പഠിപ്പിച്ചതിന് ശേഷം വീണ്ടും തിരിച്ച് ഇതുപോലെയാണ് വരുന്നത്. അങ്ങനെ രാത്രി 12 മണി 1 മണിയാകുമ്പോഴേ തിരിച്ചു വരുന്നത്. ഒരു ദിവസം ഞാൻ പുനലൂർ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചതിന് ശേഷം തിരിച്ച് ചെങ്ങന്നൂർ വന്ന് തീവണ്ടിയിൽ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. എറണാകുളം പാസഞ്ചർ വണ്ടിയാണ്. അത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് നിർത്തുന്നത്. എൻ്റെ സ്കൂട്ടർ വെച്ചിരിക്കുന്നത് നോർത്തിലാണ്. അപ്പോൾ സൗത്തിൽ ഇറങ്ങിയിട്ട് കണക്ഷൻ ട്രെയിനിൽ നോർത്തിൽ ഇറങ്ങി സ്കൂട്ടർ എടുത്തുകൊണ്ട് വേണം എനിക്ക് പോകാൻ. അങ്ങനെ തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന സ്റ്റേഷനിൽ വന്നപ്പോഴേക്കും ഈ ട്രെയിനിലെ ആൾക്കാരൊക്കെ കാലിയായി. എൻ്റെ കമ്പാർട്ട്മെന്റിൽ ഞാൻ മാത്രമായി. ഞാൻ നോക്കുമ്പോഴേ രാത്രി 11:45. ഞാൻ നോക്കുമ്പോൾ ഞാനിരുന്ന കമ്പാർട്ട്മെന്റിന്റെ നേരെ അടുത്ത കമ്പാർട്ട്മെന്റിൽ ഒരു ചെറുപ്പക്കാരനിരുന്ന് എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ചെറുപ്പക്കാരൻ എൻ്റെ അടുത്തിട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു, ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛനല്ലേ? ഞാൻ പറഞ്ഞു അതെ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനും ഒരു പെന്തിക്കോസുകാരനാണ്, എൻ്റെ പേര് ജോസ് ജോർജ് എന്നാണ്, എൻ്റെ വീട് പെണ്ണുക്കരയാണ്, ഞാൻ പെന്തിക്കോസിലെ ഒരു പാട്ടുകാരനാണ്, ഹോളി ബീറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഗീത ട്രൂപ്പ് ഞങ്ങൾക്കുണ്ട്, പെണ്ണുക്കര കുഞ്ഞപ്പിച്ചായൻ്റെ സഹോദരൻ്റെ മകനാണ് ഞാൻ, അച്ഛനും ചർച്ചോക്കോടുകാരനാണല്ലോ, ഞാനും ചർച്ചോക്കോടുകാരനാണ്, ഞാൻ അച്ഛനെ കണ്ടിട്ടില്ല, അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ ചില സാക്ഷിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്രയും ഒന്ന് പറഞ്ഞ് പരിചയപ്പെട്ട് 2-3 മിനിറ്റ് എടുത്തിട്ട് ഇദ്ദേഹം ഇരുന്ന കമ്പാർട്ട്മെന്റിലേക്ക് പോയി. രാത്രി 12 മണിയായപ്പോൾ ഈ തീവണ്ടി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അദ്ദേഹം എന്നെ കൈപൊക്കി കാണിച്ചു. അദ്ദേഹം വെളിയിലേക്ക് പോയി. ഞാൻ നോക്കുമ്പോൾ അടുത്ത പാളത്തിലൂടെ എറണാകുളം നോർത്ത് വഴി പോകുന്ന ഒരു തീവണ്ടിയെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞാൻ ട്രെയിനിന്റെ അടുത്ത മറുവശത്തോട് ഞാൻ വെളിയിലേക്ക് ചാടി. കൂരി ഇരുട്ട, ഒറ്റ മനുഷ്യനെ എവിടെയും കാണാനില്ല. അങ്ങനെ ഇരുട്ടത്തുകൂടെ ഒരു പാളം കടന്നിട്ട് വേണം എനിക്ക് ആ ട്രെയിനെ കയറാൻ. ആ കൂരി ഇരുട്ടത്തൂടെ ഞാൻ ഓടി അടുത്ത പാളത്തിന്റെ നടുക്ക് കയറിയ സമയത്ത് പുറകിൽ നിന്നൊരു അലർച്ച ഞാൻ കേട്ടു, അച്ചോ പുറകോട്ട് ചാടിക്കൂ. അപ്പൊ ഞാൻ ഓർത്തടാ, ഈ പാതിരാത്രിക്ക് ആരാ അച്ചോ പുറകോട്ട് ചാടിക്കൂ എന്ന് പറയുന്നത്? അച്ചോ എന്ന് കേട്ടപ്പോ ഞാൻ ഓർത്ത അവിടെ അച്ചോ എന്ന് വിളിക്കണ ഞാനേ ഉള്ളു അവിടെ ആ സമയത്ത്. പെട്ടെന്നൊരു ഉൾവിളി എന്നവണ്ണം ഞാൻ ആ പാളത്തെ നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് ഞാൻ സർവശക്തി എടുത്ത് കുതിച്ചുയർന്ന് ഈ പുറമടിച്ച് അവിടെ ഈ റെയിൽവേ പണിക്ക് വേണ്ടി ഇട്ടിരുന്നതായ ഒരു മെറ്റിൽ കൂനയുണ്ട്, ആ മെറ്റിൽ കൂനയിലേക്ക് നടുവടിച്ചു വീണു. ഞാൻ നടുവടിച്ച മെറ്റിൽ കൂനെ കിടക്കുന്ന സമയത്ത് ഞാൻ നിന്നിരുന്ന പാളത്തേക്കൂടെ ഒരു തീവണ്ടി വേഗം പൊക്കോണ്ടിരിക്കുക. ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഈ ട്രെയിൻ പോകുന്നവരെ, അത് പോയി തീരുന്നവരെ ആ ശബ്ദം കേട്ട് ഞാൻ അവിടെ കിടന്നു. അത് കഴിഞ്ഞ് ഞാൻ പുറമെല്ലാം തൂത്ത് ചാടി എഴുന്നേറ്റ് ആരാണ് ഈ പാതിരാത്രിക്ക് എന്നെ വിളിച്ചത്? ഞാൻ പുറകിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ കണ്ട ആ ചെറുപ്പക്കാരൻ. 2 മിനിറ്റിൽ കൂടുതൽ ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. അദ്ദേഹം ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടതാ. അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സ്നേഹിത, താങ്കൾ ഇറങ്ങുന്നത് ഞാൻ കണ്ടതാണല്ലോ, പിന്നെ എങ്ങനെയാണ് എന്നെ വിളിക്കാനിടയായത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛന് അടുത്ത ട്രെയിനെ കയറിയിട്ട് പോകാമെന്ന് ഓർത്ത് ഞാനിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. നോക്കി നിൽക്കുമ്പോഴാണ് ദൂരെ നിന്ന് ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടത്തില് ചെറിയ ലൈറ്റ് ഇട്ടുകൊണ്ട് തീവണ്ടി വരുന്നു. അച്ഛൻ പാളത്തെ നിൽക്കുക. അച്ഛൻ തീവണ്ടി കണ്ടതിൽ എനിക്ക് ബോധ്യമായി. അച്ഛൻ രക്ഷപ്പെടുന്ന പോലും ഞാൻ കരുതിയില്ല. അത് കണ്ട് ഞാൻ വിളിച്ചു കൂവിയതാ. ദൈവത്തിന് സ്തോത്രം. ഇതൊരു നിരീശ്വരവാദിയോട് പറഞ്ഞാൽ അവൻ പറയൂ അതൊരു യാദൃച്ഛിക സംഭവം, ഇതിലെത്ര ആനക്കാര്യം എന്താ? പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന അതല്ല. കോടാനുകോടി മൈലുകൾക്കപ്പുറത്ത് സ്വർഗീയ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് 10,000 സൂര്യന്മാരെക്കാൾ ശോഭയുള്ള അഗ്നിജ്വാല പോലുള്ള കണ്ണുകളുമായി 1995 മരിക്കേണ്ടവനല്ല പുതുപ്പള്ളി അച്ഛൻ. അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ എൻ്റെ മോൾക്ക് 4 വയസ്സ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മോൻ 8 വയസ്സ്. എൻ്റെ സാലിക്കും വളരെ പ്രായക്കുറവന്ന്. ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം കാണാൻ എനിക്ക് പറ്റുമായിരുന്നോ? അവരുടെ വിവാഹം കാണാൻ പറ്റുമായിരുന്നോ? ഇന്ന് മകൾ താമസിക്കുന്ന അമേരിക്കയിലെ വീട്ടിലിരുന്ന് നിങ്ങളോട് ദൈവത്തിന് വചനം പങ്കുവയ്ക്കാൻ എനിക്ക് കഴിയുമായിരുന്നോ? പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞത് അതിശോക്തി പറഞ്ഞതല്ല. നമ്മൾ കരുതുന്നതിനേക്കാൾ
നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു വലിയവനായ യേശു ഈ 2025 ജനുവരി മാസം 26 അഗ്നിജ്വാല പോലെയുള്ള കണ്ണുകളുമായി എൻ്റെ നിങ്ങളെ ഹൃദയത്തിലെ വിചാരങ്ങളെ പോലും ശോധന ചെയ്യുന്ന ഒരു വലിയവനായ യേശുവിനെ കണ്ടുമുട്ടുവാൻ ഇടയായതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് കാനഡയിൽ നിന്ന് വിളിച്ച എൻ്റെ സ്നേഹിതനാ വൈദികന്റെ വാക്കുകൾ ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ. ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ ഈ പെന്തക്കോസ് അനുഭവത്തിൽ പോയതാണ് അച്ഛന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം. ഈ ഒരു വലിയ ഭാഗ്യം പ്രാപിച്ച ദൈവമക്കൾ നമ്മുടെ അവസാന ശ്വാസം വരെ നമുക്ക് വേണ്ടി പ്രാണൻ വെടിഞ്ഞ ചോര ഊറ്റി തിന്ന ഈ കർത്താവായ യേശുവിന് വേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന വിവിധ താലന്തുകൾ ഉപയോഗിച്ച് നിത്യതയിൽ പ്രവേശിക്കുവാനായിട്ടുള്ള മഹാഭാഗ്യം ലഭിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസരം നൽകിയ പ്രിയ MJ എബ്രഹാം പാസ്റ്ററോട് മക്കളോട് ദൈവദാസന്മാരോട് നന്ദി അറിയിച്ചുകൊണ്ട് തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളെ ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.